ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയയുടെ പ്രവൃത്തികൾ കണ്ട് ആകെ പേടി അവരുടെ എല്ലാവർക്കും. ആ കത്തി കൊണ്ടുള്ള പെരുമാറ്റം, ആ പച്ചക്കറി കട്ട് ചെയ്യുന്ന ആ ദേഷ്യമൊക്കെ കാണുമ്പോൾ എല്ലാവരും ഉറപ്പിച്ചു ദയ വീണ്ടും ഭ്രാന്തുണ്ട് എന്ന്. അങ്ങനെ ദയ തൻ്റെ കുഞ്ഞിൻ്റെ പാല് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇപ്പുറത്ത് ഇങ്ങനെ ധന്യൻ പറയാണ്, ദേ ശബരി, ഇനി അവളെ വീണ്ടും ഭ്രാന്താസ്പത്രിയിൽ കൊണ്ടുപോയിട്. അവൾക്ക് നല്ല മുഴുത്ത വട്ടാണ്. അവളുടെ കൂടെ നിൽക്കാൻ ഇവിടെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും പേടിയാണ്. ഞങ്ങളെ നീ ഇങ്ങനെ ഇടങ്ങറാക്കില്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, എൻ്റെ ദയക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അവൾക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ രാമനാഥൻ പറയാണ്, മോനെ മോനെ ഞാൻ പറയുന്നത് കൊണ്ട് നീ ഒന്നും തോന്നരുത്, അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കേൾക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം. പക്ഷെ അവളുടെ മനസ്സിനെ വിഷമം എന്താണെന്ന് നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ദയയുടെ അടുത്തോട്ട് പോകുമ്പോൾ ദയ ആണെങ്കിലോ ഈ പാലിങ്ങനെ ദേഷ്യത്തോടു കൂടി ഉറക്കെ ഇങ്ങനെ ആറ്റിക്കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഒട്ടും ഇങ്ങനെ ശബരിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ശബരിയുടെ ഉള്ളിലൊരു ടെൻഷൻ വരണം, എൻ്റെ ദയക്ക് ഇനിയിപ്പോൾ ഈശ്വര വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുമോ, ഇനി എന്താ ഞാൻ ചെയ്യുക എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ദയ ചോദിക്കും, എന്താ ശബരിയേട്ടാ, എനിക്ക് ഭ്രാന്താണെന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ ശബരിയേട്ടനിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? അത് കേട്ട ഉടനെ ദയോട് പറയും ശബരി, ഇല്ല ദയെ, എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ പ്രവൃത്തി കണ്ട മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. നീ എന്തിനാ ദയെ സത്യത്തിൽ ആ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കട്ട് ചെയ്തിരുന്നത്? അത് എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ അതൊന്നിനും വേണ്ടിയല്ല. അന്ന് ഞാൻ ആ ഒരു ഈ പറയുന്ന കന്യാശ്ശേരി മനയിൽ പോയപ്പോൾ നന്ദു എന്ന് പറയുന്നവനെ ഞാൻ കണ്ടില്ലേ? അപ്പോൾ ഉടൻ തന്നെ ശബരി പറയണേ, നീ എന്തിനാ അതെന്നെ പിന്നെ ഓർക്കുന്നു? അതല്ല ശബരിയേട്ടാ, ഞാൻ അവനെ കണ്ടു. നിങ്ങളോട് ആരോട് എന്ത് പറഞ്ഞാലും നിങ്ങളെന്നോട് പറയുന്നത് അത് നന്ദുവിൻ്റെ പ്രേതമല്ല എന്ന് അവനെ തന്നെ ഞാൻ കണ്ടത് നന്ദുവിൻ്റെ പ്രേതമാണ്. നിങ്ങൾ ആരെന്തെന്നെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്നിങ്ങനെ ആ ഒരു തീരുമാനം ഉറപ്പിച്ച് പറയാനായിട്ട്. അപ്പോൾ ശബരി പറയുന്നുണ്ട്, ദയേ അത് നന്ദുവല്ല, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ആര് പറഞ്ഞാലും എനിക്ക് നിങ്ങൾ വട്ടാണെന്നേ പറയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടിയൊക്കെ വന്നത്. അതുകൊണ്ട് എനിക്കറിയാം ആരാണ് എൻ്റെ കൺമുന്നിൽ വന്നതെന്ന്, അവൻ തന്നെ, ആ നന്ദു തന്നെ എന്നിങ്ങനെ പറയാനേട്ടോ. ഇതേ സമയം ശബരിയുടെ ഉള്ളിൽ ബലമായ സംശയം, ഇനിയിപ്പോൾ എൻ്റെ ദയ വീണ്ടും ഇനിയും ഭ്രാന്താശുപത്രിയിലോട്ട് കൊണ്ടുപോയിടേണ്ട ആ ഒരു അവസ്ഥ അവളിൽ എത്തും. കാരണം അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് എന്ന്, അത് മരിച്ച ആത്മാവ് തന്നെയാണെന്ന് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഈ പറയുന്ന മിഥുനെ ഇനി നേരിട്ട് കൊണ്ടുവരണം എന്ന തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് രഘുവിനെ വിളിക്കുകയാണ്. അപ്പോൾ രഘുവിനെ വിളിക്കുമ്പോൾ രഘു പറയാണ്, ഞങ്ങളിവിടെ വിനയൻ്റെ വീട്ടിലുണ്ട് ശബരി, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദയക്കെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് പറയാനാണ് വിളിച്ചത്. അപ്പോൾ ഉടൻ തന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവളിത് പച്ചക്കറി കട്ട് ചെയ്തൊക്കെ ദേഷ്യ രൂപത്തിലായിരുന്നു. അവളോട് ഞാനത് ചോദിച്ചപ്പോൾ മിഥുനോടുള്ള ആ ദേഷ്യം തൻ്റെ കണ്ണിൽ കാണുക എന്നാണ് അവൾ പറഞ്ഞത്. നന്ദുവിനോടുള്ള ദേഷ്യം, അവൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവൾ ഇപ്പോഴും നന്ദുവിൻ്റെ ആത്മാവാണ് അവൾക്ക് മുന്നിൽ വന്ന എന്നൊരു തോന്നൽ അവളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ശബരി, നീ എൻ്റെ അടുത്തോട്ട് വായോ, വിനയനും ഉണ്ട് ഇവിടെ, വിനയൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞ് ശബരിയെ വിളിച്ച് വരുത്താണ് കേട്ടോ. അങ്ങനെ ശബരി വിനയൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ്. എന്നാൽ ഈ സമയം സുശീലയാണെങ്കിൽ അടുക്കളയിൽ കയറി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് മീനൊക്കെ നന്നാക്കി ഇവർക്കുള്ള പാചകം ഇങ്ങനെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇങ്ങനെ അനുപമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരുണ്ടാക്കുന്ന ഭക്ഷണം ഇനി കഴിക്കാൻ പറ്റില്ല, അച്ഛനെ ഉപ്പിട്ട ചായ കൊടുത്ത സ്ഥിതിക്ക് ഓരോ ഭക്ഷണത്തിലും എരിവോ പുളിയോ എന്തെങ്കിലും കൂട്ടിയിടും, ഞാനും എൻ്റെ അനിയത്തിയാണല്ലോ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു പണി തരും എന്ന തീരുമാനത്തോടു കൂടി അനുപമ ഇവരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സുശീലാണെങ്കിൽ, എടി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നിനക്ക് കഴിക്കണല്ലേടി, നീ എന്നെ വേലക്കാരിയാക്കൂലടി, എന്നാൽ നിനക്ക് ഞാൻ തരാൻ പോകുന്നത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് സുശീല ആ വൈരാഗ്യ ബുദ്ധിയോട് കൂടി തന്നെയാണ് കേട്ടോ കയറുന്നത്. എത്ര ആശ പറഞ്ഞു കൊടുത്താലും സുശീലയുടെ ഉള്ളിൽ അനുപമയോടുള്ള വെറുപ്പ് അത്രത്തോളമാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മഞ്ചാടി ജീവരാജിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ജീവരാജ് ചോദിക്കുക, എന്താ മഞ്ചാടി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, അത്രയുള്ള പ്രശ്നങ്ങളാണ്. എന്തായാലും മഞ്ചാടി, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം നീ എന്നെ ഈ കേസിൽ നിന്നും ഈ കേസ് പിൻവലിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ പഠനം തുടരാൻ കഴിഞ്ഞു. ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ മഞ്ചാടി, ഒരിക്കലും
നിന്നോട് അങ്ങനെ ഒരു തെറ്റ് വേണമെന്ന് ചെയ്തതല്ല, പക്ഷേ ആഷിഫും അങ്ങനെയൊക്കെ ഒരു കൂട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ ദുർബുദ്ധിയിൽ അങ്ങനെ തോന്നിപ്പോയതാണ്, അത്രയും ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജീവരാജ് ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടിയുടെ കൈകൾ പിടിക്കുമ്പോൾ മഞ്ചാടിക്ക് അതിലൊരു തെറ്റില്ല എന്ന് തോന്നണം കേട്ടോ. കാരണം മഞ്ചാടിയും ജീവരാജിനെ ആഗ്രഹിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ദാസ് ആണെങ്കിലോ സച്ചിയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ദാസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ജീവരാജിൻ്റെ കേസ് പിൻവലിക്കാൻ എനിക്ക് വാക്ക് കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ഇവനേനും നല്ലൊരു ജോലി കിട്ടും, ഈ പറയുന്ന ജീവരാജിന് ഇനി തുടർന്ന് പഠിക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സച്ചി പറയാണ്, എനിക്ക് ഈ ഒരു നിശ്ചയത്തിനേക്ക് എനിക്ക് അധികം താല്പര്യം മഞ്ചാടിയുടെ വിവാഹമാണ്. അത് കേൾക്കുന്ന ഗോകുലിന് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. കാരണം തന്നെ ചതിക്കപ്പെടുകയാണെന്ന് ഗോകുലിന് നന്നായി അറിയാം. മഞ്ചാടി ഓരോ ദിവസവും ഓരോ പെരുമാറ്റമാണ്, അത് ദാസിനും സച്ചിക്കും അറിയാം. അതുകൊണ്ട് തന്നെ സച്ചി പിന്നീട് ദാസിൻ്റെ മുന്നിൽ ഉന്നയിക്കുന്നത്, ഈ കേസ് എന്തായാലും ഞാൻ പിൻവലിക്കാനുള്ള സമ്മതം കൊടുത്തു. കാരണം ഈ ഒരു കേസ് കാരണം എൻ്റെ മകനും എൻ്റെ വീടിനും ഉണ്ടായ അപമാനം ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം മഞ്ചാടിയും ഈ പറയുന്ന എൻ്റെ മകനുമായുള്ള ഒരു വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതങ്ങനെ വല്ലാതെ അങ്ങ് വലിച്ചു നീട്ടിക്കൊണ്ടുപോയ പല പ്രശ്നങ്ങൾക്ക് ഇടയാവും എന്ന് പറയുമ്പോൾ ദാസ് പറയണേ, എന്ത് പ്രശ്നങ്ങൾക്ക് എന്നാണ് നീ ഉദ്ദേശിക്കുന്ന സച്ചി എന്ന് ചോദിക്കുമ്പോൾ, മക്കളല്ലേ, പെൺകുട്ടികളല്ലേ, ഇന്നത്തെ കാലമല്ലേ, ഈ വളരുന്ന മക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും തോന്നിയേക്കാം. ലാസ്റ്റ് എൻ്റെ മകൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവളെയും കാത്തിരുന്ന് അവൾ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലോട്ട് എത്തരുതല്ല, അതുകൊണ്ട് ഞാനൊരു മുൻകരുതൽ എടുത്തു എന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന ദാസിൻ്റെ മനസ്സിലും ആ ഒരു സംശയമുണ്ട്. കാരണം ആർക്കും പിടിച്ചാൽ പിടികിട്ടാത്തൊരു സാധനമാണ് മഞ്ചാടി. എന്നാൽ ഈ സമയം രഘുവിൻ്റെ അടുത്തോട്ട് ശബരി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ശബരി കാര്യങ്ങളൊക്കെ പറയാണ് രഘുവിനോട്. കാരണം ഈ മിഥുൻ എന്ന് പറയുന്ന ആ പയ്യനാണെന്ന് ഞാൻ അവളെ എത്ര പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കുമ്പോഴോ അവൾ പറയുന്നത് അത് മിഥുനല്ല, അത് നന്ദുവാണ് എന്നാണ്. കന്യാശ്ശേരി മനയിൽ വെച്ച് ഞാൻ അവനെ നേരിട്ട് കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ സ്വഭാവമൊക്കെ മൊത്തത്തിൽ മാറുകയാണ്. എനിക്ക് പേടിയാവുന്നു രഘുവേട്ട, അവൾ ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവളുടെ സമനില തെറ്റുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്നിങ്ങനെ ശബരി പറയുമ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ, രഘുവേട്ട ഇത് തീക്കളിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് മിഥുനെ കണ്ടെത്തണം, മിഥുനെ കണ്ടെത്തിയിട്ട് ദയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണം, എന്നിട്ട് പറയണം അത് ഈ പറയുന്ന നന്ദുവല്ല, മരിച്ച നന്ദുവല്ല, അവൻ്റെ ബ്രദറാണ്, അതായത് ടിങ്സ് ആണ് എന്നുള്ള സത്യം അവൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം, രണ്ടുപേരും ഒരുപോലെയുള്ള ഒരാളാണെന്ന് പറയണം. എങ്കിൽ മാത്രമാണ് ദയെ ഈ മരുന്നിനേക്കാൾ ഏറ്റവും നല്ലത് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ന തീരുമാനം എടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം രഘു ഇനി മിഥുനെ തിരക്കി ഇറങ്ങുകയാണ്. മിഥുനാണെങ്കിലോ ഇതേ സമയം ദയയുടെ അടുത്തോട്ട് മതിൽ ചാടി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ദയ പിന്നീട് മിഥുനെ നേരിൽ കാണുമ്പോൾ ദയയുടെ ബോധം പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഞ്ചാടിയുടെ ഈ പ്രവൃത്തി അർജുൻ വിളിച്ച് ഗോകുലിന് പറയാണ്. മഞ്ചാടിയുടെ കൈകൾ പിടിച്ച് അവർ തമ്മിൽ ഓരോ ദിവസം ചെല്ലുമ്പോഴും അടുക്കുകയാണ്. ഗോകുലേട്ട, അവളെപ്പോലെ ഒരു ഫ്രോഡ് പെണ്ണിനെ കല്യാണം കഴിക്കാതിരിക്കാൻ നല്ലത്. അവളിപ്പോൾ പഴയതുപോലെ ഞങ്ങളുമായുള്ളൊരു കൂട്ടുകെട്ടില്ലാതെ ഇപ്പോൾ സദാസമയം ആ ജീവരാജിൻ്റെ പിറകെയാണ് നടക്കുന്നത്. അവന് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഗോകുലിൻ്റെ മനസ്സിൽ ഒരു പേടി തോന്നുകയാണ് കേട്ടോ. താൻ ഇവളെ കല്യാണം കഴിച്ചാൽ തീർച്ചയായും താൻ ചതിക്കപ്പെടുമെന്ന സത്യം ഗോകുൽ മനസ്സിലാക്കുകയാണ് കേട്ടോ.